ഹായ് മക്കളെ, നമ്മൾ ഇന്ന് കെമിസ്ട്രിയിലെ 10ാം ക്ലാസ്സിൻ്റെ 5ാമത്തെ ചാപ്റ്ററായ കോമ്പൗണ്ട്സ് ഓഫ് നോൺ മെറ്റൽ അഥവാ അലോഹ സംയുക്തങ്ങൾ എന്ന ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഈ ചാപ്റ്റർ പഠിക്കുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു ടോപ്പിക്കാണ് ഇതിലെ കെമിക്കൽ ഇക്വിലിബ്രിയം അഥവാ രാസസന്തുലനം അല്ലേ. നമ്മൾ 10th നമ്മൾ ആദ്യമായിട്ട് റിവേഴ്സിബിൾ റിയാക്ഷൻ അല്ലെങ്കിൽ ഉഭയദിശാ പ്രവർത്തനം പഠിച്ചു അല്ലേ. അതിൽ നമ്മൾ പഠിച്ചു ഒരു റിയാക്ഷൻ റിവേഴ്സിബിൾ റിയാക്ഷൻ ആണെങ്കിൽ അതിൽ ഫോർവേഡ് റിയാക്ഷനും ബാക്ക്വേഡ് റിയാക്ഷനും ഉണ്ടാവുമെന്ന് പഠിച്ചു അല്ലേ. നമ്മൾ 9th വരെ ഇങ്ങനെ സംഭവമായി പഠിച്ചിട്ടുണ്ടായില്ല, പക്ഷേ 10th നമ്മൾ പഠിച്ചതാണ് റിവേഴ്സിബിൾ റിയാക്ഷനെ കുറിച്ച് അല്ലേ. ഈ റിയാക്ഷനിലെ ഒരു സിറ്റുവേഷൻ ആണ് കെമിക്കൽ ഇക്വിലിബ്രിയം അഥവാ രാസസന്തുലനം. ഓക്കെ, അപ്പോൾ ഇതിനെക്കുറിച്ചാണ് നമ്മൾ ആദ്യം ഈ നമ്മുടെ വീഡിയോയിൽ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, എങ്കിൽ നോക്കാം. നമ്മൾ ഇവിടെ ഒരു റിവേഴ്സിബിൾ റിയാക്ഷൻ കൺസിഡർ ചെയ്യാണ് അല്ലേ. ഇവിടെ നൈട്രജനും ഹൈഡ്രജനും കൂടി ചേർന്ന് അമോണിയ ഉണ്ടാകുന്ന ഒരു റിവേഴ്സിബിൾ റിയാക്ഷൻ ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ നോക്കിയാൽ നമുക്ക് റിയാക്റ്റൻസ് ആയിട്ട് നൈട്രജനെയും കാണാം, അതുപോലെ തന്നെ ഹൈഡ്രജനെയും കാണാം അല്ലെ. അവർ രണ്ടുപേരും കൂടിച്ചേർന്ന് ഉണ്ടാകുന്ന പ്രൊഡക്റ്റ് അഥവാ ഉൽപ്പന്നമാണ് എന്ത്, നമ്മുടെ അമോണിയ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ റിയാക്ഷൻ സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാവും ഇതിൽ ഫോർവേഡ് റിയാക്ഷൻ അഥവാ പുരോപ്രവർത്തനവും ഉണ്ട്, അതുപോലെ ബാക്ക്വേഡ് റിയാക്ഷൻ അഥവാ പശ്ചാത് പ്രവർത്തനവും ഉണ്ട്. ഓക്കെ, അപ്പൊ നമുക്കറിയാം ഏതൊരു റിയാക്ഷൻ ആണെങ്കിലും നമുക്ക് ഒരു റിവേഴ്സിബിൾ റിയാക്ഷനിൽ ആദ്യം നടക്കുന്നത് ഫോർവേഡ് റിയാക്ഷൻ ആയിരിക്കും അല്ലെ. ഒരു റിയാക്ഷനിലെ റിയാക്റ്റൻസ് തമ്മിൽ കൂടിച്ചേർന്ന് പ്രൊഡക്റ്റായി മാറുന്ന ഫോർവേഡ് റിയാക്ഷൻ നടന്നതിന് ശേഷമാണ് എന്ത് സ്റ്റാർട്ട് ചെയ്യുക, ബാക്ക്വേഡ് റിയാക്ഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ സാർ ഒരു ഗ്രാഫ് കാണിച്ചു തരാം. നിങ്ങൾക്ക് ഈ ഗ്രാഫ് സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ ഗ്രാഫിന് 2 ആക്സിസ് കാണാൻ പറ്റും അല്ലെ. താഴെ എക്സ് ആക്സിസിൽ ടൈമും ഇവിടെ വൈ ആക്സിസിൽ ആ റിയാക്ഷന്റെ റേറ്റ് അഥവാ സ്പീഡ് നിരക്കാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇനി അവിടെ റെഡ് കളറിലും ബ്ലൂ കളറിലും 2 റിയാക്ഷൻസ് ആറ് കാണിച്ചിട്ടുണ്ട്. ഒരെണ്ണം ആ റെഡ് കളറിൽ കാണിച്ചിരിക്കുന്നത് ഫോർവേഡ് റിയാക്ഷനും താഴെ ബ്ലൂ കളറിൽ കാണിച്ചിരിക്കുന്നത് ബാക്ക്വേഡ് റിയാക്ഷൻ ആണ് അല്ലെ. അപ്പോൾ സ്റ്റാർട്ടിംഗ് ടൈം നമുക്ക് സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാകും. ഏറ്റവും റിയാക്ഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഫോർവേഡ് റിയാക്ഷൻ അല്ലെ, റിയാക്റ്റൻസ് കൂടിച്ചേർന്ന് പ്രൊഡക്റ്റ് ആയിട്ട് മാറുന്ന ഈ ഫോർവേഡ് റിയാക്ഷൻ അവിടെ മാക്സിമം സ്പീഡിലായിരിക്കും റൺ ചെയ്യുന്നത് അല്ലെ. അപ്പൊ സ്റ്റാർട്ടിംഗ് ടൈമിൽ അവിടെ ബാക്ക്വേഡ് റിയാക്ഷൻ ഉണ്ടോ? ഇല്ല. കാരണം എന്താ, റിയാക്റ്റൻസ് കൂടിച്ചേർന്ന് വൺസ് അവിടെ പ്രൊഡക്റ്റ് ഫോം ചെയ്തതിന് ശേഷം മാത്രമേ എന്ത് സ്റ്റാർട്ട് ചെയ്യുള്ളൂ, ബാക്ക്വേഡ് റിയാക്ഷൻ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അപ്പോൾ ആ ലോജിക്കിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ സ്റ്റാർട്ടിങ്ങിൽ ഫോർവേഡ് റിയാക്ഷൻ അഥവാ പുരോപ്രവർത്തനത്തിന്റെ സ്പീഡ് മാക്സിമം ആയിരിക്കും, ബാക്ക്വേഡ് റിയാക്ഷന്റെ സ്പീഡ് ഏറ്റവും മിനിമം ആയിരിക്കും. എന്നാൽ ഓരോ സെക്കൻഡ് കഴിയും തോറും അല്ലെ, ടൈം മുന്നോട്ട് പോകും തോറും നമുക്കൊരു കാര്യം മനസ്സിലാകും. എന്താണ്, ഫോർവേഡ് റിയാക്ഷന്റെ നിരക്ക് അഥവാ സ്പീഡ് കുറഞ്ഞു വരുന്നതും അതേ സ്പീഡിൽ ആര് കൂടുന്നു, ബാക്ക്വേഡ് റിയാക്ഷൻ അഥവാ പശ്ചാത് പ്രവർത്തനത്തിന്റെ നിരക്ക് കൂടി വരുന്നതും കാണാം അല്ലെ. അങ്ങനെ പോയി ഒരു പോയിന്റ് എത്തുമ്പോൾ അവിടെ റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷനും റേറ്റ് ഓഫ് ബാക്ക്വേഡ് റിയാക്ഷനും ഈക്വൽ ആകുന്ന ഒരവസ്ഥയുണ്ട് അല്ലെ. അവിടുന്ന് അങ്ങോട്ട് എന്തായിരിക്കും, റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷനും റേറ്റ് ഓഫ് ബാക്ക്വേഡ് റിയാക്ഷനും ഒരുപോലെ സെയിം ആയിരിക്കും അല്ലെ. ഈ സിറ്റുവേഷനെ വിളിക്കുന്ന പേരാണ് കെമിക്കൽ ഇക്വിലിബ്രിയം. എന്ത് വിളിക്കുന്നു, രാസസന്തുലനം അല്ലെ. നമ്മൾ പാർക്കിലൊക്കെ പോയിട്ട് സീസോയിലൊക്കെ ആടാറില്ലേ അല്ലെ. അപ്പൊ സ്റ്റാർട്ടിങ്ങിൽ ഒരാൾ മുകളിലേക്ക് പൊന്തിയും പോകും, ഒരാളില് താഴേക്കും വരും അല്ലെ. അങ്ങനെ കുറച്ചു നേരം കഴിയുമ്പോൾ ആടി ആ സീസോ നേരെ ആവുന്ന ഒരു അവസ്ഥയില്ലേ ഇല്ലേ. അതുപോലെ ഈ റിയാക്ഷനിലും എങ്ങനെയാണ് സ്റ്റാർട്ടിംഗ് ടൈമിൽ ഫോർവേഡ് മാക്സിമം സ്പീഡിലും ബാക്ക്വേഡ് ഏറ്റവും മിനിമം സ്പീഡിലും ആയിരിക്കും. അങ്ങനെ പോയി ഓരോ സെക്കൻഡ് കഴിയുന്തോറും ഫോർവേഡിന്റെ നിരക്ക് കുറഞ്ഞു വരികയും ബാക്ക്വേഡ് നിരക്ക് കൂടുകയും ചെയ്ത് ഒരു പോയിന്റ് മുതൽ പിന്നെ ആ ഫോർവേഡ് റിയാക്ഷനും ബാക്ക്വേഡ് റിയാക്ഷനും ഒരുപോലെ മുന്നോട്ട് പോകും അല്ലെ. ഈ രീതിയെ അല്ലെങ്കിൽ ഈ സിറ്റുവേഷനെ വിളിക്കുന്ന പേരാണ് കെമിക്കൽ ഇക്വിലിബ്രിയം. ഓക്കെ, അപ്പോൾ എന്താണ് കെമിക്കൽ ഇക്വിലിബ്രിയം? അതിന്റെ ഡെഫിനിഷൻ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് നോക്കാം. കെമിക്കൽ ഇക്വിലിബ്രിയം ഈസ് എ സ്റ്റേജ് അറ്റ് വിച്ച് the rate of forward reaction become equals to the rate of backward reaction in a reversible chemical reaction. അതായത് ഒരു ഉഭയദിശാ പ്രവർത്തനത്തിൽ പുരോപ്രവർത്തനത്തിന്റെയും പശ്ചാത് പ്രവർത്തനത്തിന്റെയും നിരക്ക് ഈക്വൽ അഥവാ തുല്യമായി വരുന്ന ഘട്ടത്തെ വിളിക്കുന്ന പേരാണ് രാസസന്തുലനം. ഓക്കെ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. കാരണം ഈ പാഠത്തിന്റെ ബാക്കി ഭാഗങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമായി വരുന്ന ഒരു
എന്താ പറയുക ടോപ്പിക്കാണ് എന്ത് കെമിക്കൽ ഈക്വിലിബ്രിയം എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ഇതിന്റെ ഡെഫിനിഷനും ഗ്രാഫും മാത്രം പഠിച്ചാൽ പോരാ, ഇതിന്റെ കുറച്ച് എന്താണ് ക്യാരക്ടേഴ്സ് പഠിക്കാനുണ്ട്. അപ്പൊ ഒന്നാമത്തെ നമുക്ക് നോക്കാം. എന്താണ് അറ്റ് ഈക്വിലിബ്രിയം ബോത്ത് ദ റിയാക്ടൻസ് ആൻഡ് പ്രൊഡക്ട്സ് അതാണ് കോ എക്സിസ്റ്റിംഗ് ആണ്. അതായത് ഒരു റിവേഴ്സിബിൾ റിയാക്ഷനിൽ ഫോർവേഡിന്റെയും ബാക്ക്വേഡിന്റെയും നിരക്ക് ഒരുപോലെ ആയ അവസ്ഥയല്ലേ അല്ലെ? അപ്പൊ റിയാക്ടൻസ് കൂടി ചേർന്ന് അവിടെ പ്രൊഡക്റ്റും ഉണ്ടാകുന്നുണ്ട്, അതേസമയം തന്നെ എന്താണ് പ്രൊഡക്റ്റ് തിരിച്ച് റിയാക്ടൻസ് ആയിട്ട് മാറുന്നുണ്ട്. അപ്പോൾ ഒരേ സമയം അവിടെ പ്രൊഡക്റ്റും ഉണ്ട്, അതുപോലെ തന്നെ ആരുണ്ട് റിയാക്ടന്റും ഉണ്ട്. അതുകൊണ്ടാണ് കെമിക്കൽ ഇക്വിലിബ്രിയം ആണെങ്കിൽ അവിടെ റിയാക്ടൻസും പ്രൊഡക്ട്സും എന്തായിരിക്കും കോ എക്സിസ്റ്റിംഗ് ആയിരിക്കും അല്ലെ, സഹവർത്തിക്കുന്നു എന്ന് പറയുന്നു. ഇനി രണ്ടാമത്തെ പോയിന്റ് നോക്കാം. എല്ലാവർക്കും അറിയാവുന്ന സിമ്പിൾ പോയിന്റ് ആണ്. എന്താണ് ദ റേറ്റ്സ് ഓഫ് ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ് റിയാക്ഷൻ ബിക്കം ഈക്വൽസ് അറ്റ് ഇക്വിലിബ്രിയം അല്ലെ. ഇക്വിലിബ്രിയം ആണെങ്കിൽ റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷനും റേറ്റ് ഓഫ് ബാക്ക്വേർഡ് റിയാക്ഷനും എന്തായിരിക്കും ഈക്വൽ ആയിരിക്കും. ഇനി അടുത്ത പോയിന്റ് നോക്കാം. കെമിക്കൽ ഇക്വിലിബ്രിയം ഈസ് ഡൈനാമിക് അറ്റ് ദി മോളിക്കുലാർ ലെവൽ. ഏറ്റവും കൂടുതൽ പേർക്ക് ഡൗട്ട് വരുന്നൊരു പോയിന്റ് ആണ്. എന്താണ് സാറേ ഈ ഡൈനാമിക് എന്ന് പറയുന്നത്? വേറെ ഒന്നുമല്ല, നമുക്ക് നോക്കുമ്പോൾ ശരിക്കും അവിടെ ഒരു റിയാക്ഷൻ കെമിക്കൽ ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ അവിടെ ഫോർവേഡ് റിയാക്ഷനും ബാക്ക്വേർഡ് റിയാക്ഷനും കാണാനൊന്നും സാധിക്കില്ല അല്ലെ. നമ്മൾ നോക്കുമ്പോൾ അവിടെ എന്തായിരിക്കും സ്റ്റേബിൾ ആയ അവസ്ഥയായിരിക്കും. പക്ഷേ അതിന്റെ മോളിക്കുലാർ ലെവൽ നോക്കുകയാണെങ്കിൽ റിയാക്ടന്റ് മോളിക്യൂൾ റിയാക്ട് ചെയ്ത് പ്രൊഡക്റ്റ് മോളിക്യൂൾ ആയിട്ട് മാറുന്നുണ്ട്, ആ പ്രൊഡക്റ്റ് മോളിക്യൂൾ തിരിച്ച് റിയാക്ടന്റ് മോളിക്യൂൾ ആയിട്ട് മാറുന്നുണ്ട്. അപ്പോൾ ഒരേ സമയം അവിടെ നമുക്ക് നോക്കുമ്പോൾ സ്റ്റേബിൾ ആയിട്ട് തോന്നുകയും എന്നാൽ മോളിക്കുലാർ ലെവൽ നോക്കുകയാണെങ്കിൽ അവിടെ ഫോർവേഡ് റിയാക്ഷനും ബാക്ക്വേർഡ് റിയാക്ഷനും നടക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ മോളിക്കുലാർ ലെവലിൽ തന്മാത്ര തലത്തിൽ എന്താണ് കെമിക്കൽ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ഡൈനാമിക് ആയിരിക്കും അഥവാ ഗതികമായിരിക്കും. ഓക്കെ, ലാസ്റ്റ് പോയിന്റ് നോക്കാം. കെമിക്കൽ ഇക്വിലിബ്രിയം ഈസ് അറ്റൈൻ ഇൻ എ ക്ലോസ് സിസ്റ്റം അല്ലെ. ഒരു റിയാക്ഷൻ ആ റിയാക്ഷന്റെ കെമിക്കൽ ഇക്വിലിബ്രിയം പോസിബിൾ ആവണമെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും അതിന്റെ പ്രഷറിലോ കോൺസെൻട്രേഷനിലോ ടെമ്പറേച്ചറിലോ എന്ത് ചെയ്യാൻ പാടില്ല, മാറ്റം വരാൻ പാടില്ല. ഓക്കെ, അതിനാവശ്യമായ താപനിലയും മർദ്ദവും അതുപോലെ തന്നെ എന്താണ് ഗാഢതയും കൃത്യമായിട്ട് കൊടുക്കണം. അത് മാറാത്ത ഒരവസ്ഥയെ വിളിക്കുന്ന പേരാണ് എന്താണ് സംവൃത വ്യൂഹം അഥവാ ക്ലോസ് സിസ്റ്റം എന്ന് പറയുന്നത്. പിടികിട്ടിയോ? അപ്പൊ ഈ 4 പോയിന്റും അതുപോലെ തന്നെ ഇതിലെ ഗ്രാഫുമാണ്, പിന്നെ ഡെഫിനിഷനും. ഇത്രയും കാര്യങ്ങളാണ് കെമിക്കൽ ഇക്വിലിബ്രിയം എന്ന ഭാഗത്തിൽ നമ്മൾ കൃത്യമായിട്ട് പഠിച്ചു പോകേണ്ടത്. അറിയാലോ? അപ്പോൾ ഇനി അങ്ങോട്ട് ഈ ചാപ്റ്ററിന്റെ ബാക്കി ഭാഗങ്ങൾ നമുക്ക് പഠിക്കുന്ന സമയത്ത് എന്താണ് കെമിക്കൽ ഇക്വിലിബ്രിയം അതിൽ കൃത്യമായിട്ടുള്ള ഐഡിയ ഉള്ള കുട്ടികൾക്ക് ഇനി വരുന്ന ലേ ഷാഡ്ലി പ്രിൻസിപ്പിളും അങ്ങനെയുള്ള ബാക്കി കാര്യങ്ങളും മുന്നോട്ട് പോകുമ്പോൾ എളുപ്പത്തിൽ പഠിക്കാൻ സാധിക്കുള്ളൂ. ഓക്കെ, അപ്പോൾ ഇനി ഈ പാഠത്തെ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.